ഹായ് ഓൾ, സാപ്പിയൻസ് അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ എക്സാംസിന് വേണ്ടി പഠിക്കുന്ന റെയിൽവേ NTPC, ഗ്രൂപ്പ് ഡി, ALP, ടെക്നീഷ്യൻ, RPF എന്നിവ വേണ്ട എല്ലാ എക്സാംസും, റെയിൽവേന്റെ എല്ലാ എക്സാംസും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുകൾ സാപ്പിയൻസ് അക്കാഡമി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് എടുക്കുന്ന നല്ല നല്ല രീതിയിലുള്ള കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സാപ്പിയൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാൻ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് നമ്മുടെ സാപ്പിയൻസ് അക്കാഡമി. നിങ്ങൾക്ക് പ്ലേ സ്റ്റോർക്ക് പോയതിന് ശേഷം സാപ്പിയൻസ് അക്കാഡമി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കൂടുതൽ കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. സാപ്പിയൻസ് അക്കാഡമിന്റെ പുതിയൊരു കോഴ്സാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത്. എൻ്റെ പേര് അതുൽ രാജ്. ഞാൻ ഇന്ന് ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തുന്ന ഒരു കോഴ്സാണ്. സിലബസ് ഡിസ്കഷൻ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്കറിയാലോ, റെയിൽവേന്റെ പ്രത്യേകത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചോദിക്കും അല്ലെ, നന്നായിട്ട് രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കും. അപ്പം പ്രീവിയസ് ഇയർ എത്രത്തോളം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു അത്രത്തോളം ഗുണമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരുപാട് തവണ അല്ലെ വീണ്ടും 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 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വീണ്ടും ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഓക്കെ, എല്ലാ ടൈപ്പ് അല്ലെ ഇന്നത്തെ ടോപ്പിക്കിൽ വെച്ചിട്ട്, ഇന്നത്തെ ടോപ്പിക് ആണെങ്കിൽ ഇന്നത്തെ ടോപ്പിക് ഇതാണ് 1857 റിവോൾട്ട് ആണ്. ഈ 1857 റിവോൾട്ട്സിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിവോൾട്ട് ഓഫ് 1857 അല്ലെ, 1857 കലാപം, 1857 കലാപത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇന്ത്യൻ നവോത്ഥാനം അല്ലെ, ഇന്ത്യൻ റിനൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇന്ന് പഠിക്കും. ഓക്കെ ആണല്ലോ. നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോലെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ മുന്നേ നമ്മളൊരു കഥ പോലെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു സ്റ്റോറി പോലെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്റെ ക്ലാസ്സിൽ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ബുക്കും പെന്നും എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഒരുപാട് ടോപ്പിക് ഇല്ലേ, ഇതിൽ കൊടുക്കാത്ത ഒരുപാട് ടോപ്പിക് എന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് തരും. അതെന്ത് ചെയ്യാം, ഒക്കെ നോട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് 1857 കലാപം, 1857 റിവോൾട്ട് എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്? ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ, ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം. ഒന്നാണ് ബ്രിട്ടീഷുകാരെ ഏലിയൻ റൂൾ ആണ് അല്ലെ. ബ്രിട്ടീഷുകാരെ ഏലിയൻ റൂൾ എന്ന് പറയും. ഒരുപാട് നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന റൂളാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. പല രീതിയിലും പഴയ ആൾക്കാർക്ക് ഒരുപാട് ടാക്സുകൾ വാങ്ങി അവർ ജീവിക്കാൻ സമ്മതിക്കാണ്ട് അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെ, ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പല പല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട്, അപ്പൊ അത്രയും എന്താണ് ദുഷ്കരമായ രീതിയിലുള്ള ഏലിയൻ റൂൾ ആയിരുന്നു ബ്രിട്ടീഷുകാർ അല്ലെ. അതൊക്കെ എന്താണ് ഈ 1857 റിവോൾട്ടിലേക്ക് നയിച്ച ഒരു കാരണമായിരുന്നു അല്ലെ. പല കാരണങ്ങൾ ഒരു കാരണമായിരുന്നു. പിന്നെന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞത് ടാക്സ് അല്ലെ. ടാക്സ് എന്താണ്, ഒരു കൾട്ടിവേഷൻ നടക്കുകയാണെങ്കിൽ അല്ലെ, അവിടെ ഒരു പ്രൊഡക്റ്റ് കൾട്ടിവേഷൻ നടക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, ടാക്സ് വാങ്ങും. നല്ല രീതിയിൽ ടാക്സ് വാങ്ങും. ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിന് എത്രയാ, നല്ല രീതിയിൽ ടാക്സ് വാങ്ങിയതിന് ശേഷമാണ് അതിന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ, മറച്ചൊക്കെ വെക്കുക. അപ്പൊ വളരെ രീതിയിൽ ഹെവി ടാക്സേഷൻ പല പല ആളുകൾക്കും വളരെ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ 1857 റിവോൾട്ടിലേക്ക് വരാനുള്ള ഒരു കാരണമായി. പിന്നെ നമ്മള് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാരണമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. എഴുതി വെക്കണം. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അല്ലെ. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ദത്താവകാശ നിരോധന നിയമം എന്ന് മലയാളത്തിൽ പറയും അല്ലെ. ആരാ ഇത് കൊണ്ടുവന്നത്, എഴുതി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ആരാ കൊണ്ടുവന്നത്? ഡൽഹൌസിയാണ്. ലോർഡ് ഡൽഹൌസിയാണ്. എന്താ ഇത് പറഞ്ഞത്? അതായത് പണ്ട് കാലങ്ങൾക്ക് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഒരു രാജാവ് ഉണ്ടാകുന്നു അല്ലെ, ആ രാജാവിന്റെ മകനായിരിക്കും അടുത്ത രാജാവ്. ഓക്കെ, ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം, അതായത് രാജാവിന് ഒരു അടുത്ത അവകാശം ഇല്ലെങ്കിൽ, മകനില്ലെങ്കിൽ, അടുത്ത അവകാശം ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, നേരിട്ട് ഏറ്റെടുക്കും. ആ ബ്രിട്ടീഷുകാരായിരിക്കും പിന്നെ എന്താ ചെയ്യുക, ഭരിക്കുക അല്ലെ. എന്തൊരു കഷ്ടം നോക്കി.
അതെന്ത് ചെയ്യുക, ആ സംഭവം ആ നിയമം എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതിനാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വരെ. അത് കൊണ്ടുവന്നത് ആരാണ്? ഡെൽഹൌസിയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഡെൽഹൌസിയാണ്. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്ന ഫസ്റ്റത്തെ നാട്ടുരാജ്യം ഫസ്റ്റത്തെ നാട്ടുരാജ്യം ഏതാണ്? സത്താര എഴുതി വെക്കണം. സത്താരയായിരുന്നു. അങ്ങനെ സത്താര, സാമ്പൽപൂർ, ഝാൻസി, നാഗ്പൂർ അങ്ങനെ എല്ലാം ഒരുപാട് ഒരു നാട്ടുരാജ്യം എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, കയ്യേറി. ഏത് പ്രകാരം? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പ്രകാരം. അതെന്താ? അത് പല പല സ്ഥലത്തും ഇത് ഇങ്ങനെ കയ്യേറിയ പല നാട്ടുരാജ്യങ്ങളും ഝാൻസി പോലത്തെ നമുക്കറിയാം, റാണി ലക്ഷ്മിബായി പോലത്തെ ആളുകൾ ഒരുപാട് പേര് എന്ത് ചെയ്യും, ഇതിന് ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് തയ്യാറായി. അതൊരു ഈ 1857 1857 റിവോൾട്ടിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായി. പിന്നെ വേറൊരു കാരണം എന്താ നമുക്ക് പറയാം നമുക്കറിയാം, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, നമ്മുടെ പഴശ്ശിരാജ സിനിമയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ മലയാളികൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതായത് പല സ്ഥലത്തും, ഇന്ത്യയുടെ പല സ്ഥലത്തും ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പം ബ്രിട്ടീഷ് ആർമി പണിയെടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, അവർക്ക് വളരെ തുച്ഛമായ സാലറി കൊടുക്കുക. ബ്രിട്ടീഷ് ആർമികളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ആർമികൾ എന്ത് ചെയ്യും, വളരെ രീതിയിൽ തുച്ഛമായ സാലറിയാണ് കൊടുത്തിരുന്നത്. അതെന്ത് ചെയ്യാം, അത് മറ്റൊരു കാരണങ്ങളിലേക്ക് നയിച്ചു അല്ലെ. പിന്നെന്താ, അവിടെ ആറ്റിറ്റ്യൂഡ് ബ്രിട്ടീഷുകാർ ആറ്റിറ്റ്യൂഡ് വളരെ രീതിയിലുള്ള അറഗന്റ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. മോശമായ ആറ്റിറ്റ്യൂഡ് പല രീതിയിലുള്ള മോശമായ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പിന്നെ മറ്റൊരു വലിയൊരു റീസൺ എന്തായിരുന്നു നമ്മുടെ റിലീജിയനും നമ്മുടെ കൾച്ചറിലേക്കും ഇന്റർഫിയർ ചെയ്തു ബ്രിട്ടീഷുകാർ നമ്മുടെ മതപരമായ രീതിയിലും നമ്മുടെ കൾച്ചറിലേക്കും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഇടപെട്ടു. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സതി. മക്കളെ, സതി നിരോധിച്ചത് നോട്ട് ചെയ്ത്, വളരെ ഇമ്പോർട്ടന്റ്. 1829 1829 സതി എബോളിഷ് ചെയ്തത്. ആരാണ്? ഏത് ഗവർണർ ജനറൽ ആയിരുന്നു? ലോർഡ് വില്യം ബെന്റിക്. വെരി ഇമ്പോർട്ടന്റ്. വില്യം ബെന്റിക് ആയിരുന്നു സതി എബോളിഷ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് സതി എബോളിഷ് ചെയ്ത് എന്താ അത്ര വലിയ പ്രശ്നം എന്ന് ചോദിക്കും സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കും അതൊരു കുഴപ്പമില്ലാത്തൊരു സംഭവം. അതാ ഭർത്താവ് മരിക്കുമ്പം സ്ത്രീ ചിതയിൽ കയറി ചാടി മരിക്കുക എന്നുള്ളത് ക്രൂരമായ കാര്യമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് എന്താ ബ്രിട്ടീഷുകാർ ഇത് ചെയ്യുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കുന്നത്? ബ്രിട്ടീഷുകാർ ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ് ഇത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ആരാണ് ഞങ്ങൾ കൾച്ചറിലേക്കും ഞങ്ങളുടെ റിലീജിയനിലേക്കും ഇടപെടാൻ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഇവിടെ എന്താ കച്ചവടം ചെയ്യാവുന്ന ആളാണ്? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളെ കാര്യങ്ങളെ റിലീജിയനിൽ ഞങ്ങളുടെ കൾച്ചറിലേക്ക് എന്തിനാ ഇടപെടേണ്ടത് എന്നാ അന്നായിരുന്നു അതൊരു ചോദ്യം. നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ഈ ഒരു 60 വയസ്സായ ഒരു പുരുഷൻ മരിക്കുമ്പോൾ 55 വയസ്സായി സ്ത്രീ പോയി ചാടുന്നല്ല. അത് മാത്രമല്ല അന്നെന്താ ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു അപ്പം 10 15 വയസ്സുള്ള കുട്ടികൾ, ചെറിയ പെൺകുട്ടികളായിരുന്നു ഈ 50 55 വയസ്സുള്ള ഒരു പുരുഷന്മാരെ കല്യാണം കഴിക്കുക. അപ്പം അവർ 5 വർഷം അവർക്ക് ഒരു 60 വയസ്സാകുമ്പോൾ അവർ മരിക്കുമ്പം ഈ പെൺകുട്ടികൾക്ക് 12 20 വയസ്സില്ല, 12 15 20 വയസ്സാവണമായിരുന്നു. ഇത്രയും ചെറിയ കുട്ടികളായിരുന്നു ചിതയിൽ ചാടി മരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ്, ഒരു മോശപ്പെട്ട കാര്യമല്ലേ, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ അവിടെ ചോദ്യം വന്നത് എന്താണ്, എന്തിന് ബ്രിട്ടീഷുകാർ ചെയ്യുന്നു? ബ്രിട്ടീഷുകാരോട് കച്ചവടം ചെയ്യാവുന്നതാണ്, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അല്ലെ. ഇതൊരു സതി അബോളിഷ് ചെയ്തതൊക്കെ എന്ത് ചെയ്യും, 1857 എന്ത് ചെയ്യും, ആ ബ്രിട്ടീഷ് നയിച്ച ഒരു കാരണങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെയാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് എഴുതി വെക്കണം. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്. മക്കളെ, ആരാണ് ഇത് കൊണ്ടുവന്നത്? 1856 1856. ആരായിരുന്നു? ഡൽഹൌസി ആയിരുന്നു. ഓക്കെ, എന്താ ഹിന്ദു വിഡോ മാരേജ് ആക്ട് എന്താ? ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് എന്തായിരിക്കും അതായത് പണ്ട് കാലത്ത് ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം, ഒരു റൂമിൽ തന്നെ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള ശിഷ്ടകാലം എന്ത് ചെയ്യുന്നു, അവിടെ ജീവിക്കണം. അവർക്ക് പുറം ലോകം കാണാൻ പറ്റില്ല. അതും നമുക്ക് നോക്കുമ്പോൾ എന്താ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എന്താ അവിടെ ചോദ്യം വന്നത്, എന്തിന് ബ്രിട്ടീഷുകാർ അവരെന്ത് ചെയ്യുന്നത്? കച്ചവടം ചെയ്യാൻ വന്നിട്ട് അവിടെ എന്തിനാ നമ്മുടെ കാര്യം ഇടപെടുന്നത് അപ്പൊ ഇതും എന്ത് ചെയ്തു 1857 റിവോൾട്ടിലേക്ക് നയിച്ച ഒരു കാരണമായി. മക്കളെ, ഏറ്റവും
ബിഗ്ഗസ്റ്റ് റീസൺ ആയിട്ട് എന്താ നമുക്ക് പറയാം അല്ലെ? പെട്ടെന്നുള്ള റീസൺ എന്താണ് ബ്രിട്ടീഷുകാർ ഒരു പുതിയ റൈഫിൾ, ഒരു എൻഫീൽഡ് റൈഫിൾ, ഒരു പുതിയ തോക്ക് എന്ത് ചെയ്തു അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു പുതിയ തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ? എൻഫീൽഡ് റൈഫിൾ. ആ തോക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാട്രിഡ്ജ് അല്ലെ, അതിന്റെ ഉണ്ട എന്തായിട്ട് നിറച്ചത്? അത് പന്നീന്റെയും പശുവിന്റെയും നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പന്നീന്റെയും പശുവിന്റെയും നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാലോ അന്ന് ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും എന്താണ് ബ്രിട്ടീഷ് ആർമിയിലുണ്ട് അല്ലെ? പന്നിയും പശുവും അല്ലെ? പശു ഹിന്ദുക്കൾക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഗോമാതാവാണ് അല്ലെ? ഗോമാതാവാണ് ഹിന്ദുക്കൾക്ക്. പന്നി എന്താണ് നമ്മുടെ മുസ്ലിംസിന് ഹറാമാണ് അല്ലെ? പന്നി അവര് കഴിക്കില്ല. അപ്പം ഈ ഈ കാട്രിഡ്ജിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് കടിച്ചിട്ട് വേണം എന്ത് ചെയ്യുന്നു തോക്കിലേക്ക് നിറയ്ക്കാൻ. അത് കടിക്കണം. അപ്പൊ ഹിന്ദുസിനായാലും മുസ്ലിംസിനായാലും വളരെ വലിയ പ്രശ്നമാണ് അവിടെ അവിടെ ഉണ്ടായത്. വളരെ 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 വലിയ പ്രശ്നമാണ് അവിടെ ഉണ്ടായത് ഇല്ലേ? ഇതാണ് 1857 റിവോൾട്ടിലേക്ക് നയിക്കാനുള്ള പെട്ടെന്നുള്ള കാരണമായി അറിയപ്പെടുന്നത് എന്താണ്? 1857 പെട്ടെന്നുള്ള കാരണം എന്താണ്? ഈ ഒരു കാരണം അല്ലെ? ഒരു കാട്രിഡ്ജ്, ഒരു ഉണ്ട അല്ലെ? പശുവിന്റെയും നെയ്യിന്റെയും കാട്രിഡ്ജ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ ഇരിക്കെ മക്കൾ എഴുതി വെക്കണം. 20th മാർച്ച് 1857 എന്താണ് ബരാക്പൂരിൽ നമ്മുടെ മംഗൾ പാണ്ഡെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മംഗൾ പാണ്ഡെ എന്നുള്ളൊരു ഒരു സിനിമ കണ്ടില്ല? അമീർ ഖാന്റെ ഒരു സിനിമയുണ്ട്, നല്ല രീതിയിലുള്ള സിനിമയുണ്ട്. എന്തായാലും നന്നായിട്ട് ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മളെ വെച്ചിട്ട് നോക്കുമ്പോൾ എന്തായാലും കണ്ടിരിക്കുന്ന സിനിമയാണ്. മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു? 29th മാർച്ച് 1857 ബരാക്പൂരിൽ വെച്ചിട്ട് രണ്ട് യൂറോപ്യൻസ്, 2 ഇംഗ്ലീഷ് വരെ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് അല്ലെ? ഈ ഒരു തോക്കിന്റെ കാരണം കൊണ്ട് 2 ഇംഗ്ലീഷുകാരെ വെടിവെച്ച് കൊല്ലുകയാണ്. അത് വലിയൊരു പ്രശ്നമായി മാറി. എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റി അല്ലെ? എന്നാ തൂക്കിലേറ്റുന്നത്? 8th ഏപ്രിൽ. അതും എഴുതി വെക്കണം. 8th ഏപ്രിലാണ് മംഗൾ പാണ്ഡെനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. മംഗൾ പാണ്ഡെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം സർക്കിൾ. ഫസ്റ്റ് മാർട്ടിർ അല്ലെ? ആദ്യത്തെ രക്തസാക്ഷി. ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം സർക്കിൾ എഴുതി വെക്കണം. ഫസ്റ്റ് മാർട്ടിർ ഓഫ് ഇന്ത്യൻ ഫ്രീഡം സർക്കിൾ ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ 1857 റിവോൾട്ടിലേക്ക് നയിക്കാനുള്ള കാരണം വന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി വസ്തുസിക്ക്. Which Indian sepoy in the British Army played a key part in events immediately preceding the outbreak of Indian Rebellion of 1857? അല്ലെ? 1857ലേക്ക് നയിച്ച ആ ഒരു സംഭവത്തിന്റെ കീ പാർട്ട് ആരായിരുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞ ആരാണെന്ന് അല്ലെ? നമ്മുടെ ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ മംഗൾ പാണ്ഡനെ തൂക്കിലേറ്റിയതും ഒക്കെ വളരെ രീതിയിലുള്ള പ്രശ്നമായി അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ് അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം. നമുക്ക് നമ്മുടെ രാജ്യം നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്യുക? ഒരുപാട് പ്രശ്നങ്ങളല്ല, എല്ലാ നാട്ടുരാജ്യങ്ങളും ഒന്നിക്കുകയാണ്. അപ്പൊ ഒന്നിക്കുമ്പോൾ നമുക്ക് ഒരു ലീഡർ വേണം അല്ലെ? ഏതൊരു കാരണത്തിലായാലും നമുക്ക് ഒരു ലീഡർ വേണം. അപ്പൊ എല്ലാരും കൂടി എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് പോയി. അവിടെ ആരെ കണ്ടു? മുഗൾ രാജാവിനെ കണ്ടു അല്ലെ? അല്ലെ? അന്നത്തെ മുഗൾ രാജാവായിരുന്നു അല്ലെ? ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ. ആരാണ്? ബഹദൂർ ഷാ സഫർ, അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയും. ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ പോയിട്ട് നമ്മൾ കണ്ടു. എല്ലാരും കൂടി പോയി കണ്ടിട്ട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം, നമുക്ക് നമ്മുടെ ലാൻഡ് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ബഹദൂർ ഷാ സഫറിനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് നമ്മൾ എന്താക്കി വിളിച്ചു? എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചു. എന്താണ്? എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ എഴുതി വെക്കണം. എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ ആരെയാണെന്ന് വിളിച്ചത്? ആരെയാണ് കണ്ടത്? അല്ലെ? ആരാണ്? ബഹദൂർ ഷാ സഫറിനെ ആയിരുന്നു.
അപ്പൊ ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും, പല ഭാഗത്തും ഒരുപാട് ഭാഗത്തിലെ ഒന്നും രണ്ടോ അല്ലട്ടോ, ഒരുപാട് ഭാഗത്ത് ഒരുപാട് നാട്ടുരാജ്യങ്ങളിലും എന്തായിരുന്നു പ്രക്ഷോഭം തുടങ്ങി 1857 റിവോൾട്ട് തുടങ്ങി. എന്നാണ് പുറപ്പെട്ടത് അല്ലെ, എന്നാണ് പൊട്ടി പുറപ്പെട്ടെന്ന് പറയുന്നതാണ് മെയ് 10 1857 മെയ് 10 എവിടെ വെച്ചിട്ട് മക്കളെ, മീററ്റിൽ വെച്ചിട്ട് എന്തായിരുന്നു 1857 റിവോൾട്ട് പൊട്ടി പുറപ്പെടുകയായിരുന്നു. ഓക്കെ, മനസ്സിലായില്ല. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലെ 1857 എത്തിയത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, ആരായിരുന്നു കീ പാർട്ട് ആരായിരുന്നു, മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലെ. മംഗൾ പാണ്ഡെയാണ് പോയിട്ട് ആരെ 2 ഓഫീസേഴ്സിനെ കൊന്നത്. മംഗൾ പാണ്ഡെ എവിടെ വെച്ചിട്ടാണ്, ബരാക്പൂരിൽ വെച്ചിട്ടാണ്, 29th മാർച്ചിൽ വെച്ചിട്ടാണ്. പിന്നെ മംഗൾ പാണ്ഡെനെ 8th ഏപ്രിലിൽ തൂക്കിലേറ്റുകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാം ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വാസ് ദി സഡൻ കോസ് ഓഫ് 1857 റിവോൾട്ട്? ഞാൻ പറഞ്ഞു പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു അല്ലെ, എന്തായിരുന്നു നമുക്കറിയാലോ, എന്തായിരുന്നു, കാട്രിഡ്ജ് ഓഫ് ദി ഫാറ്റ്സ് അല്ലെ. അതാണ് ഓപ്ഷൻ ഡി, കാട്രിഡ്ജ് ഓഫ് ദി ഫാറ്റ്സ് ആയിരുന്നു. എന്ത് ഉണ്ട അല്ലെ, കൊഴുപ്പ്, എന്തിന്റെ കൊഴുപ്പായിരുന്നു അല്ലെ, പന്നീന്റെയും എന്താണ് പശുവിന്റെയും കൊഴുപ്പ് നിറച്ച ഉണ്ടകളായിരുന്നു. അത് കടിച്ചു പിടിച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, തോക്കിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പം പെട്ടെന്നുള്ള സഡൻ കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടത് കാട്രിഡ്ജ് ഓഫ് ഫാറ്റ്, അല്ലാണ്ട് എന്താണ് ഡൽഹൌസിന്റെ എന്താണ് നമ്മുടെ ഡോക്ടർ ഓഫ് ലാബ്സോ അല്ല, ബോയ്ക്കോട്ട് ഓഫ് ഇംഗ്ലീഷ് ഗുഡ്സോ, ടിപ്പു സുൽത്താൻ ഡിഫീറ്റോ, അതൊന്നും അല്ല. എന്താണ് നമ്മുടെ ഉണ്ടല്ല, കാട്രിഡ്ജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ കാരണം കൊണ്ടാണ് പെട്ടെന്നുള്ള 1857 റിവോൾട്ടിലേക്ക് നയിച്ചത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു വാസ് ദി റെസ്പോൺസിബിൾ ഫോർ ഇൻട്രൊഡ്യൂസിംഗ് എൻഫീൽഡ് റൈഫിൾസ് ദാറ്റ് യൂസ്ഡ് ദ ഗ്രീസ്ഡ് കാട്രിഡ്ജസ് വിച്ച് ബിക്കം ദ ഇമ്മീഡിയറ്റ് റീസൺ ഓഫ് 1857 റിവോൾട്ട്? അതായത് താഴെ തന്നിരിക്കുന്ന ആരാണ് ഇതിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പിന്നിൽ ആരാണെന്നാണ് ചോദിച്ചത്. ഇത് ഗ്രീസ്ഡ് കാട്രിഡ്ജസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പിന്നിൽ ആരായിരുന്നു ചോദിച്ചത്. അപ്പൊ എല്ലാവരും പോയിരുന്ന ഒരു ലോർഡ് കാനിങ് പോയി ഓപ്ഷൻ ചെയ്യൂലേ, ഓപ്ഷൻ കുത്തു, അതല്ല, ലോർഡ് കാനിങ് അല്ല ആൻസർ. ആൻസർ എന്താണ്, ഹെൻറി ഹാർഡിഞ്ച് ആണ് അല്ലെ. ഹെൻറി ഹാർഡിഞ്ച് എന്ന വ്യക്തിയാണ് എന്തിന്റെ പിന്നിലുള്ള ആള് അല്ലെ. ഈ ഒരു എൻഫീൽഡ് റൈഫിൾസിന്റെ കാട്രിഡ്ജ് അല്ലെ, ഗ്രീസ്ഡ് കാട്രിഡ്ജ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പിന്നിലുള്ള ആളാണ് ഹെൻറി ഹാർഡിഞ്ച്. തെറ്റിക്കരുത് കേട്ടോ. എല്ലാവരും പോയി ലോർഡ് കാനിങ്, സാധാരണ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലോർഡ് കാനിങ് പോയി കുത്തും, അല്ല, ലോർഡ് കാനിങ് അല്ല. ആരാണ്, ഹെൻറി ഹാർഡിഞ്ച് ആണ്. നമ്മുടെ ഹാർഡിഞ്ച് സെക്കൻഡ് ഒക്കെ ഇല്ലേ, നമ്മുടെ ഡൽഹിയിലേക്ക് ക്യാപിറ്റലൊക്കെ മാറ്റില്ലേ 1911 ഒക്കെ മാറ്റിയ ആ ഹാർഡിഞ്ച് സെക്കൻഡിന്റെ ഒരു ബന്ധുവാണെന്നാണ് പറയപ്പെടുന്നത് അല്ലെ. അവരുടെ ഒരു റിലേറ്റീവ് ആണ് പറഞ്ഞത്, ഹെൻറി ഹാർഡിഞ്ച്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു വാസ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് സിപ്പായി മുട്ടണി? ഗവർണർ ജനറൽ ആരായിരുന്നു ഗവർണർ ജനറൽ മക്കളെ? ആരായിരുന്നു ഗവർണർ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, ലോർഡ് കാനിങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോർഡ് കാനിങ് ആയിരുന്നു. ഇപ്പൊ 1857 അല്ലെ, 1857 ആരായിരുന്നു ഇന്ത്യന്റെ ഗവർണർ ജനറൽ? ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങളുണ്ടായില്ല, ഒരുപാട് സ്ഥലത്ത് എന്തായിരുന്നു പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. പക്ഷെ എന്താണ് റിസൾട്ട് എന്തായിരുന്നു? എല്ലാവരും ദയനീയമായി തോൽക്കുകയായിരുന്നു അല്ലെ. ഏതൊരു സ്ഥലത്തും ബ്രിട്ടീഷുകാർ എല്ലാ സ്ഥലത്തും എന്തായിരുന്നു, അടിച്ചമർത്തായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു രീതിയിലുള്ള വെല്ലുവിളി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പറ്റിയില്ല. എന്തായിരുന്നു നമ്മൾ ഒരു ദയനീയ തോൽവിന്റെ കാരണം എന്താ? മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ലാക്ക് ഓഫ് യൂണിറ്റി നമുക്കില്ലായിരുന്നു. അതായത് നമുക്ക് മാസസ് ആയിരിക്കണം അല്ലെ, മാസ് ഒരു പ്രക്ഷോഭമായിരിക്കണം. പല ആൾക്കാരും എന്ത് ചെയ്യും, വിട്ടുനിന്നു, പലർക്കും പേടിച്ച് വിട്ടുനിന്നു, കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു ഇതിന് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റി കുറവുണ്ടായിരുന്നു. ഇതൊരു കാരണമായിരുന്നു. പിന്നെന്താ, ഓഫ് കോഴ്സ് എന്തായിരിക്കും, നമ്മുടെ ഫോഴ്സ് വെപ്പൺസ് ഒക്കെ ബ്രിട്ടീഷുകാർക്ക് എന്താ, വലിയ ഫോഴ്സ് ആണല്ലോ, നല്ല രീതിയിലുള്ള വെപ്പൺസ് ആണ്. ഇന്ത്യയിൽ ആ സമയത്ത് അതിലുള്ള വെപ്പൺസോ ഫോഴ്സുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ, പുവർ ലീഡർഷിപ്പ് ആണ് അല്ലെ. ലീഡർഷിപ്പ് വളരെ മോശമായിരുന്നു. എന്താ കാരണം, ഞാൻ പറഞ്ഞല്ലോ, ഈ ബഹദൂർ ഷാ സഫർ ആയിരുന്നു അപ്പൊ അത് നമ്മൾ ലീഡർ ആക്കിയിരുന്നത് അല്ലെ. പക്ഷെ ബഹദൂർ ഷാ സഫർ അന്ന് ഏജ്ഡ് ആയിരുന്നു, നല്ല രീതിയിലുള്ള ഏജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെ രീതിയിൽ ഏജ് ആയതുകൊണ്ടും അദ്ദേഹം ഒരു മുന്നിട്ട് നിൽക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അതൊരു എന്തായിരുന്നു, ഒരു കാരണമായിരുന്നു 1857 റിവോൾട്ടിൽ നമ്മൾ തോൽക്കാനുള്ള ഒരു കാരണമായിരുന്നു.
അങ്ങനെ ഇരിക്കെ നമ്മൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, എല്ലാ സ്ഥലത്തും വിജയിച്ചതിന് ശേഷം എന്ത് ചെയ്യും ഒരു നമ്മൾ ക്യൂൻ വിക്ടോറിയ എന്ത് ചെയ്തു, ഒരു പ്രൊക്ലമേഷൻ നടത്തി അല്ലെ. ഒരു പ്രൊക്ലമേഷൻ നടത്തി 1858 അല്ലെ 1858 അലഹാബാദിൽ വെച്ചിട്ട് നമ്മൾ ലോർഡ് കാനിങ് ആയിരുന്നു അത് വായിച്ചത്. എന്താണ് അല്ലെ, എന്താണ് ഇനി മുതൽ എന്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി വേണ്ട, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണ്ട, ഇനി എന്ത് മതി, ഇനി ബ്രിട്ടീഷ് ക്രൗൺ അല്ലെ, ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിക്കും. ഇനി മുതൽ ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള പരിപാടി ഒന്നും വേണ്ട, നിങ്ങൾ പെട്ടിനടക്കായിട്ട് വീട്ടിൽ പോയിക്കോളൂ. ഇനി ഞങ്ങൾ ഇനി ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിക്കും. ഇന്ത്യ ഇനി ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഭരിക്കും. അതാണ് ക്യൂൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ അല്ലെ, അലഹാബാദ് വെച്ചിട്ട് 1858 ലോർഡ് കാനിങ് എന്ത് ചെയ്യും, വായിച്ചു. ഇനി മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ല, ഇനിയാണ് ബ്രിട്ടൻ എന്ത് ചെയ്യുക, ബ്രിട്ടൻ ക്രൗൺ നേരിട്ട് എന്ത് ചെയ്യുന്നു ഭരിക്കാൻ പോകുന്നു ഇന്ത്യനെ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആരില്ല, എന്തില്ല, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇല്ല. ഇനി മുതൽ എന്താണ്, വൈസ്രോയി ആണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ വൈസ്രോയ്സ് ഉണ്ടാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ, മക്കൾ എഴുതി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്, അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ഫസ്റ്റത്തെ വൈസ്രോയും ആരാണ്, ലോർഡ് കാനിങ് ആണ്. അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ഫസ്റ്റത്തെ വൈസ്രോയും ലോർഡ് കാനിങ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എഴുതി വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോർഡ് കാനിങ് ആരാണ്, ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താ, ഹു വാസ് ദി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് സിപ്പായി മുട്ടണി, ആരായിരുന്നു, അപ്പം ലോർഡ് കാനിങ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, സിപ്പായി മുട്ടണി ഇൻ 1857 വാസ് സ്റ്റാർട്ടഡ് ഫ്രം അല്ലെ, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, എവിടെ നിന്നാണ്, മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ. മെയ് 10 എഴുതി വെക്കണം കേട്ടോ, അത് മെയ് 10 ഇമ്പോർട്ടന്റ് ആണ്. മെയ് 10 മീററ്റിലാണ് 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്, പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെ, പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് എന്താണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ 1857 ദ ലാസ്റ്റ് റൂളർ ഓഫ് മുഗൾ എംപയർ വാസ് ഓവർത്രോൺ ബൈ ദ ബ്രിട്ടീഷ് അല്ലെ. അവസാനത്തെ മുഗൾ റൂളർ ആരായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞ ആരാണ്, ബഹദൂർ ഷാ സഫർ ആയിരുന്നു അല്ലെ. എന്താണ് ബഹദൂർ സഫർ പറഞ്ഞു, എന്താണ് എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് ബഹദൂർ സഫറിനെ എന്തായാലും വിളിച്ചിരുന്നത് അല്ലെ. പക്ഷെ അദ്ദേഹം എന്താണ് ഒരു ഏജ്ഡ് ആയ എന്താണ് ഒരു നേതാവായിട്ട് തന്നെ അയാൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ദയനീയമായി തോൽക്കുകയായിരുന്നു. ഈ ബഹദൂർ ഷാ സഫർ എന്തായാലും റംഗൂണിലേക്കാണ് നാട് കടത്തിട്ടോ, എഴുതി വെക്കണം, റംഗൂണിലേക്ക് കടന്നുപോയി, നാട് കടത്തി, റംഗൂൺ. ഓക്കെ. പിന്നെ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, ഒരു ക്രൂരമായ കാര്യം തന്നെ, മുഗൾ എംപയറിനെ അല്ലെ, ആ മുഗൾ ജീവിച്ചിരുന്ന അവരെല്ലാരും കത്തി നശിപ്പിക്കുകയായിരുന്നു അല്ലെ, ഒരാളെ പോലും ബാക്കി വെച്ചില്ല പറഞ്ഞു. എല്ലാവരും മുഗൾ എംപയർ ആ രാജവംശം തന്നെ അവിടെ നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ബഹദൂർ സഫർ എങ്ങോട്ടേക്ക് കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റംഗൂണിലേക്കാണ് അല്ലെ. അതിന്റെ അടുത്ത വർഷം അദ്ദേഹം അവിടുന്ന് മരിക്കുകയായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതിൽ ആൻസർ എന്താ, ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ്. സെവൻത് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ 1857 റിവോൾട്ട് അറ്റ് ലക്നൗ വാസ് ലെഡ് ബൈ. ലക്നൗ അല്ലെ, ഞാൻ പറഞ്ഞു ഒരുപാട് സ്ഥലത്തുണ്ട്, ലക്നൗ ഉണ്ട്, ഡൽഹി ഉണ്ട്, കാൺപൂർ ഉണ്ട്, അങ്ങനെ ഒരുപാട്, ബീഹാർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് അല്ലെ. അത് എല്ലാം മസ്റ്റായിട്ട് പഠിച്ചിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതിലെന്താ, ലക്നൌവിൽ ആരാന്നാ ചോദിച്ചത്, ലക്നൌവിൽ ആരാണ് മക്കളെ, ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓപ്ഷൻ ബി, ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, നോക്കിയേ ഇത്രയും ഉണ്ട് അല്ലെ, ഡൽഹി, കാൺപൂർ, ലക്നൗ, ബേർലി, ഝാൻസി, ബീഹാർ, അലഹാബാദ്. ഇത്രയും വളരെ 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 ഇമ്പോർട്ടന്റ് ആയതാണ്. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കും, ബാക്കി നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. പക്ഷെ ഇത്രയും കാര്യം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അത് സപ്രസ് ചെയ്ത ലീഡർ ആരാന്ന് പഠിച്ചിരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നോക്കിയേ. ഫസ്റ്റ് എന്താ, ഡൽഹിനെ ഓൾറെഡി പറഞ്ഞു, ബഹദൂർ സഫർ അല്ലെങ്കിൽ ബഹദൂർ സെക്കൻഡ് ആണ്. പക്ഷെ അദ്ദേഹം ഏജ്ഡ് ആയി, അദ്ദേഹത്തിന് അത്ര ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ബക്ത് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു വ്യക്തിയുണ്ട് അവിടെ ഡൽഹിയിൽ ലീഡർ ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആരാ സപ്പറേറ്റ്, ആരാ അടിച്ചമർത്തിയത്, ജോൺ നിക്കോൾസൺ. അടുത്ത് നോക്കി, കാൺപൂരിലല്ല നാനാ സാഹിബും താന്തിയ തോപ്പിയും.
നമ്മുടെ നാനാ സാഹിബും ഗാന്ധി തൊപ്പിയും. ആരാണ് ഈ നാനാ സാഹിബ് എന്തായിട്ട് അറിയപ്പെടുന്ന മക്കൾ നോക്കിയോ, എഴുതി വെച്ചോ. മാസ്റ്റർ ബ്രെയിൻ ഓഫ് 1857. മാസ്റ്റർ ബ്രെയിൻ ഓഫ് 1857 ആരാണ്? നാനാ സാഹിബാണ്. മാസ്റ്റർ ബ്രെയിൻ ഓഫ് 1857 ആരാണ്? നാനാ സാഹിബാണ് കേട്ടോ. നാനാ സാഹിബാണ്. നാനാ സാഹിബ് താന്തോപ്പിയായിരുന്നു എവിടെ? കാൺപൂരിൽ. അത് അടിച്ചമർത്തിയാരാണ്? കോളിൻ ക്യാമ്പൽ അല്ലെ. കോളിൻ ക്യാമ്പൽ 3 ഉണ്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞ. ഓക്കെ, ലക്നൌ ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബീഗം അസദ് മഹൽ. അത് അടിച്ചമർത്തിയതാ കോളിൻ ക്യാമ്പൽ. ബേറിയിൽ ആരാ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അല്ലെ. ഖാൻ ബഹദൂർ ഖാൻ കേട്ടോ, സൽമാൻ പോയി. ഖാൻ ബഹദൂർ ഖാൻ ആരാണ്? കോളിൻ ക്യാമ്പൽ തന്നെയായിരുന്നു. അപ്പോൾ 3 കോളിൻ ക്യാമ്പൽ ഉണ്ട്. അതൊക്കെയാണ് കാൺപൂർ, ലക്നൗ, ബേർലി അല്ലെ. നാനാ സാഹിബിന്റെ കാൺപൂരും ബീഗം അസദ് മഹലിന്റെ ലക്നൌ, ഖാൻ ബഹദൂർ ഖാന്റെ ബേർലി. പിന്നെ ഝാൻസി, നമ്മളെ ഝാൻസി അല്ലെ. ഝാൻസിൽ ആരാണ്? റാണി ലക്ഷ്മിബായി. അത് അടിച്ചമർത്തിയായിരുന്നു ഹ്യൂഗ്രോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹ്യൂഗ്രോസ് പറഞ്ഞെന്താ? ഝാൻസി റാണി വളരെ ഒരു കരുത്തുള്ളൊരു ലീഡർ ആയിരുന്നു അല്ലെ. നല്ല രീതിയിലുള്ള ഒരു എന്താണ് ഇമ്പാക്ട് ആണ് റാണി ലക്ഷ്മിബായി ഉണ്ടാക്കിയത്. നല്ലൊരു പ്രതിരോധമാണ് ഇത് ഹ്യൂഗ്രോസിന് ഉണ്ടാക്കിയത്. അവസാനം പിന്നിൽ നിന്ന് വെടിയില്ല അമ്പ് ചെയ്തിട്ട് റാണി ലക്ഷ്മിബായിനെ കൊല്ലുകയായിരുന്നു. ഓക്കെ, ബീഹാർ ആരാണ്? കൻവർ സിംഗ് ആണ്. അത് വില്യം ടൈലർ ആണ് സപ്രസ് ചെയ്തത്. അലഹാബാദിലോ? ലിയാഖത്തിൽ കൊളോണിയൽ നീലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും എന്ത് ചെയ്യുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇത് സംബന്ധിച്ചോളം കുറച്ച് ബുക്സ് എഴുതിയിട്ടുണ്ട്. പലരും കുറച്ച് ബുക്സ് എഴുതിയിട്ടുണ്ട്. അതും എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞ ആരാണ്? ആരുടെ ബുക്കാണ്? കാൾ മാക്സിന്റെ ബുക്കാണ്. അടുത്ത് നോക്കി, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ. ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞ കാൾ മാക്സ് ആണ്. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞ വി ഡി സവർക്കർ ആണ് അല്ലെ. വി ഡി സവർക്കർ ആണ്. രണ്ടും ഏകദേശം സെയിം ആണ്. പക്ഷെ രണ്ടും വേറെ ആൾക്കാരാണ് എഴുതിയത് അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വി ഡി സവർക്കർ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എഴുതിയതാണ് വി ഡി സവർക്കർ ആണ്. അതേപോലെ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അടുത്ത് നോക്കി, ദ സിപ്പായി മുട്നി ആൻഡ് ദ റെബല്യൻ ഓഫ് 1857 ആരാണ്? ആർ സി മജുംദാർ ആണ്. റെബല്യൻ ഓഫ് 1857 ആരാണ്? പി സി ജോഷിയാണ്. 1857 മാത്രമുള്ളതാണ് SN സെൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് പഠിച്ചിരിക്കുക. ഈ ബുക്സും നന്നായിട്ട് പഠിച്ചിരിക്കുക. എവിടേക്കാണ് ലീഡേഴ്സും നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ 1857 കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ വാസ് ദി റിവോൾട്ട് ഓഫ് 1857 ഫൈനലി സപ്രസ്ഡ് ബൈ ബ്രിട്ടീഷ് എന്നാൽ ഇത് ഒരു കോൺട്രവേഴ്സി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പല ബുക്കിലും പല ആൻസർ ആണ്. പക്ഷെ മക്കളെ ശരിക്കും ആൻസർ ആണ് 1858 ആണ്. നമ്മൾ പറഞ്ഞ ഓൾറെഡി എന്താണ് ക്യൂൺ എന്ത് ചെയ്യും? വിക്ടോറിയ ഒരു പ്രൊക്ലമേഷൻ നടത്തിയില്ലേ 1857 ഇനി എന്ത് ചെയ്യാം? ഇനി എന്താണ് ബ്രിട്ടീഷ് ക്രൗൺ ആണുള്ളത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊക്ലമേഷൻ നടത്തിയില്ല. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 1858 എന്തായാലും എല്ലാം അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1858 എല്ലാം അവസാനിക്കുന്നുണ്ട്. പക്ഷെ പല ബുക്കുകളും 1859 പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താന്തിയ തോപ്പിന് പിന്നെ ഒളിവിൽ കഴിയായിരുന്നു. അദ്ദേഹത്തിന് കൊല്ലാൻ പറ്റില്ലായിരുന്നു. കൊല്ലാൻ മീൻസ് ഹാങ് ചെയ്തില്ലായിരുന്നു. അപ്പൊ പക്ഷെ 1859 അദ്ദേഹത്തിന് പിടിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അദ്ദേഹത്തിനെ ചതിച്ചിട്ട് അദ്ദേഹം പിടിക്കായിരുന്നു. അപ്പൊ 1859 അദ്ദേഹത്തിനെ തൂക്കിലേറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1859 ആണ് ആൻസർ എന്ന് പലർക്കും പറയുന്നത്. പക്ഷെ 1858 ആണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ചാന്തി തോപ്പിനെ കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ട് എന്താ ചെയ്യുക? എല്ലായിടത്തും പ്രശ്നങ്ങൾ അടിച്ചമർത്തി കഴിഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാരെല്ലാം അടിച്ചമർത്തിക്കായിരുന്നു. അപ്പൊ 1858 ആണ് കറക്റ്റ് ആൻസർ. മാറിപ്പോരുത് കേട്ടോ. 59 അല്ല, 58 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക്, ഇൻ വിച്ച് ഇയർ വേർ ദ പവേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പാസ്ഡ് ടു ബ്രിട്ടീഷ് ക്രൗൺ ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ്? ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തല്ലേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇനി ഇല്ല. ഇനി മുതൽ എന്താണ്? ബ്രിട്ടീഷ് ക്രൗൺ ആണ് അല്ലെ. നേരിട്ട് ബ്രിട്ടീഷ് ക്രൗൺ ആണ് എന്താണ് ഭരിക്കുക. എന്തായിരുന്നു? 1858 അല്ലെ. ഇനി എന്തല്ല? ഇനി മുതൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇല്ല. ഇനി എന്താണ്? ഇനി വൈസ്രോയി ആണ്. അപ്പൊ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യത്തെ വൈസ്രോയിമാരാണ് ലോർഡ് കാനിങ് ആണ്. മാറിപ്പോരുത്. അടുത്ത നോക്കിയേ, വിച്ച് വൺ ഓഫ് ഫോളോയിങ് ഫ്രീഡം ഫൈറ്റർ നെയിം വാസ് മണികർണിക അല്ലെ. മണികർണിക എന്ന് വിളിച്ചതാരായിരുന്നു അല്ലെ. അത് മണികർണിക എന്നുള്ള പേര് ആരുതായിരുന്നു? നമ്മുടെ റാണി ലക്ഷ്മിബായിന്റെ. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് 1857 കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് റിനൈൻസസിലേക്ക് പോവാം. ഓക്കെ, റിനൈൻസസിലേക്ക് പോവാം. നവോത്ഥാനം, ഇന്ത്യൻ നവോത്ഥാനം, ഇന്ത്യൻ റിനൈൻസൻസ്. ഓക്കെ, നോക്കിയേ, ഇപ്പൊ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന്
ചർച്ച ചെയ്യാം. ഓക്കെ, നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ഡിഡ് സർ വില്യം ജോൺസ് ഫൗണ്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി? ഏഷ്യാറ്റിക് സൊസൈറ്റി വില്യം ജോൺസ് എന്നാണ് ഫൗണ്ട് ചെയ്തത്? വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ എന്താണ് നമ്മുടെ റെയിൽവേ ചോദിച്ച് മടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ഏതാണ്? വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നാണ് അല്ലെ? എന്നാണ് ഓപ്ഷൻ ഡി ആണ്. ഏത്? 1784 അല്ലെ? 1784 വില്യം ജോൺസ് എന്താണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. 1784. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു വാസ് ദി ആത്മീയ സഭാസ് ഫൗണ്ടർ? ആത്മീയ സഭയുടെ ഫൗണ്ടർ അല്ലെ? ആത്മീയ സഭയുടെ ഫൗണ്ടർ ആരാണ്? ആത്മീയ സഭ അല്ലെ? 1814 അല്ലെ? 1814 ഇത് വെക്കാം. 1840ലാണ് ആത്മീയ സഭ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്ത്. ആരാണ് ലീഡർ? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ലീഡർ. രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ എന്ത് ചെയ്ത്? ഫൗണ്ട് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ. ഹു വാസ് എ സോഷ്യൽ റിഫോമർ ഫൗണ്ട് ദ ബ്രഹ്മ സമാജ് ഇൻ 1828? ബ്രഹ്മ സമാജ് ആരാ? ആത്മീയ സഭ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ ബ്രഹ്മ സമാജ് ആരാണ്? മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്തിരിക്കുക. സോറി, ബ്രഹ്മ സമാജ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. മകൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിലൊരു പെന്നും ഒരു ബുക്ക് വേണം, നല്ലൊരു നോട്ട് വേണം, എഴുതി വെച്ചോ. രാജാറാം മോഹൻ റോയ് എന്താ? ഫസ്റ്റ് പോയിന്റ് എന്താ? ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് അല്ലെ? ഇന്ത്യൻ റിനൈസൻസിന്റെ ഫാദർ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയും അല്ലെ? പിന്നെന്താ പറയാ? മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ അല്ലെ? ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ അല്ലെ? ഇങ്ങനെയൊക്കെ ആരാ പറയാ? രാജാറാം മോഹൻ റോയ് എന്ന് പറയാം അല്ലെ? ഞാൻ പിന്നെ പറഞ്ഞു എന്താണ് 1814 എന്ത് പറഞ്ഞു? 1840 എന്ത് ചെയ്യുന്നു? ആത്മീയ സഭ അല്ലെ? ഓൾറെഡി പറഞ്ഞു. 1814 ആത്മീയ സഭ. പിന്നെന്താ? 1828 നമ്മുടെ ബ്രഹ്മസമാജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രഹ്മസമാജ്, ആര്യ സമാജ് നമുക്ക് മാറിപ്പോരുത്. ബ്രഹ്മസമാജ് ആരാണ്? രാജാറാം മോഹൻ റോയ് അല്ലെ? 1828 ബ്രഹ്മസമാജ്. ഓക്കെ, ഈ രാജാറാം മോഹനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ് എന്ത്? സതി നിർത്തലാക്കുക അല്ലെ? സതി അബോളിഷ് ചെയ്യാനുള്ള ഒരു ഇന്ത്യൻ ലീഡർ ഏറ്റവും കൂടുതൽ സഹകരിച്ച അല്ലെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഇന്ത്യൻ ലീഡർ ആരായിരുന്നു? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആയിരുന്നു അല്ലെ? രാജാറാം മോഹൻ സതി അബോളിഷ് ചെയ്യാൻ. എന്നാണ് സതി അബോളിഷ് ചെയ്തത്? 1829 അല്ലെ? 1828 ബ്രഹ്മസമാജ് തുടങ്ങിയതിനു ശേഷം അടുത്ത കൊല്ലം 1828 ബ്രഹ്മസമാജ് തുടങ്ങിയ അടുത്ത കൊല്ലം എന്ത് ചെയ്തു? സതി എന്ത് ചെയ്യുന്നു? അബോളിഷ് ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. പിന്നെന്താ നമുക്ക് രാജാറാം മോഹനെ കുറിച്ച് പറയാനുള്ളത്? വേദാന്ത കോളേജ് തുടങ്ങി അല്ലെ? വേദാന്ത കോളേജ്, കൽക്കട്ടയിലെ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു വീക്കിലി ആണെന്ത്? എന്താ? സംവാദ് കൗമുദി. അദ്ദേഹത്തിന്റെ വീക്കിലിയാണ്. അതേപോലെ എന്താ? അദ്ദേഹത്തിന്റെ ഒരു ജേണൽ ആയിരുന്നു എന്ത്? മിറാത്തുൽ അക്ബർ ഒരു ജേണൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ജേണൽ ആയിരുന്നു എന്ത്? മിറാത്തുൽ അക്ബർ. അതിന്റെ ഒരു എഡിറ്റർ ആയിരുന്നു കേട്ടോ. മിറാത്തുൽ അക്ബറിന്റെ എഡിറ്റർ ആയിരുന്നു. പേർഷ്യൻ വീക്കിലി ആണത്. മിറാത്തുൽ അക്ബർ ഇതിന്റെ എഡിറ്റർ ആയിരുന്നു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ? രാജാറാം മോഹൻ റോയ് അല്ലെ? രാജാറാം മോഹൻ റോയ്. റാം മോഹൻ റോയ് എന്ന ശരിക്കത്തെ പേര്. അദ്ദേഹത്തിന് രാജ എന്ന് വിളിച്ചത് ആരാണ്? അക്ബർ രണ്ടാമൻ കേട്ടോ. ഇത് വെക്കുക, അക്ബർ രണ്ടാമനാണ് എന്ത് ചെയ്യുക? റാം മോഹൻ റോയിനെ രാജാറാം മോഹൻ റോയ് രാജ എന്ന് വിളിച്ചത്. ഓക്കെ മക്കളെ, രാജാറാം മോഹനിലെ അധികം എല്ലാ പോയിന്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതി വെക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്രഹ്മസമാജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആത്മാരാം പാണ്ഡുരംഗ് ഇൻ ബോംബെ ഇൻ 1867. ആത്മാരാം പാണ്ഡുരംഗ് എന്താണ് അല്ലെ? താഴത്തെ ഓപ്ഷനിൽ എന്താണ് ഫൗണ്ട് ചെയ്തത്? എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? മക്കളെ, ഞാൻ ചെറിയൊരു രീതിയിലുള്ള കോഡ് പറയാം.
അതെന്താ, ഒരിക്കലും ഇദ്ദേഹത്തിനെ എന്ത് ചെയ്യാം, നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യല്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. എന്താണ് പാണ്ട് വന്നാലേ നമ്മൾ എന്ത് ചെയ്യുന്നു, പാണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കും അല്ലെ. പാണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും അല്ലെ. പാണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. പാണ്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. ഇനി കിട്ടുമോ, ഇനി മറക്കുക, ഇനി മറക്കൂല. എന്നാൽ ഒരു കോഡ് കൊണ്ട് പിടിച്ചോ അല്ലെ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇപ്പൊ കിട്ടിയോ മക്കളെ? ആത്മാറാം പാണ്ഡുരംഗ എന്നാണ് പ്രാർത്ഥനാ സമാജ്. ആത്മാറാം പാണ്ഡുരംഗാണ് എന്താണ് പ്രാർത്ഥനാ സമാജ് അല്ലെ. അപ്പൊ 1867 ആത്മാറാം കണ്ടുപിടിച്ച എസ്റ്റാബ്ലിഷ് ചെയ്ത എന്താണ് ആത്മാറാം എന്താണ് പ്രാർത്ഥനാ സമാജ് അല്ലെ. പ്രാർത്ഥനാ സമാജാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥന സമാജം കണ്ടുപിടിച്ചതെങ്കിലും പിന്നീട് MG റാണഡെ അല്ലെ. MG റാണഡെ എന്ന വ്യക്തി ഇതിൽ പ്രവർത്തിച്ചിട്ടാണ് ഇത് എന്ത് ഫേമസ് ആക്കിയത് അല്ലെ. MG റാണഡെ ഈ പ്രാർത്ഥനാ സമാജിൽ എന്ത് ചെയ്യും, പ്രവർത്തിച്ചിട്ടാണ് ഈ പ്രാർത്ഥന സമാജം എന്ത് ചെയ്യുന്നു, ഫേമസ് ആക്കിയത്. അത് മനസ്സിലാക്കണം. അപ്പം ഈ പ്രാർത്ഥനാ സമാജിന് ഒരു ഇമ്പോർട്ടന്റ് റൂളർ ആരായിരുന്നു? MG റാണഡെ ആയിരുന്നു അല്ലെ. ഇമ്പോർട്ടന്റ് ആയ ഒരു റൂളർ ആയിരുന്നു MG റാണഡെ ആയിരുന്നു. മനസ്സിലാക്കട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഹു സ്റ്റാർട്ടഡ് ദ ക്യാമ്പയിൻ ഓഫ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരായിരുന്നു? നമ്മുടെ സൗത്ത് ഇന്ത്യനായ EV രാമസ്വാമിയാണ്. ഇത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് തുടങ്ങിയത്. പെരിയാർ EV രാമസ്വാമി അല്ലെ. പെരിയാർ എന്ന് വിളിക്കുന്ന EV രാമസ്വാമി. ഓക്കെ, നോക്കിയേ. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് വൺ ഓഫ് ദി ഏർലി ലീഡേഴ്സ് ഓഫ് ദി പ്രാർത്ഥന സമാജ്? ഞാൻ പറഞ്ഞു അല്ലെ. താഴെ നോക്കിയ പ്രാർത്ഥനാ സമാജിൽ നോക്കിയ കേശവ് ചന്ദ്രസേൻ, EV രാമസ്വാമി, മുത്തുലക്ഷ്മി, മഹാദേവ് ഗോവിന്ദ് റാണഡെ, MG റാണഡെ. അപ്പൊ പ്രാർത്ഥനാ സമാജ് വന്നിട്ട് ആത്മാറാം പാണ്ഡുരംഗ് എന്തില്ല, ഓപ്ഷനിലില്ല. ഞാൻ പറഞ്ഞല്ലേ, ആര് വന്നപ്പോഴാണ് അല്ലെ. നോക്കി, മഹാദേവ് ഗോവിന്ദ് റാണഡെ, MG റാണഡെ വന്നതിന് ശേഷമാണ് ഈ പ്രാർത്ഥനാ സമാജം ഒന്ന് ഫേമസ് ആയത് അല്ലെ. അപ്പം MG റാണഡെ പ്രാർത്ഥനാ സമാജ് മൂവ്മെന്റിലെ വളരെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. മനസ്സിലാക്കുക. ആത്മാറാം പാണ്ഡുരംഗ് പഠിക്കുന്ന കൂടെ തന്നെ ഈ പ്രാർത്ഥനാ സമാജിൽ MG റാണഡെ പേരും കൂടി പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്തേക്ക് പോകാൻ. ഓക്കെ, ഹു ഫൗണ്ട് ദി സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി? മക്കളെ, രണ്ട് രീതിയിലുണ്ട് ക്വസ്റ്റ്യൻ വരും. സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി വരും, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി വരും. ഇത് നോക്കിയേ, ഓപ്ഷനിൽ എന്താ? ഒന്നുകിൽ ലാലാ ലജ്പത് റായാവും, ഒന്നുകിൽ ഗോപാലകൃഷ്ണ ഗോഖലെയാവും. അങ്ങനെ പഠിച്ചു വെക്കാം അല്ലെ. ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പീപ്പിൾ സൊസൈറ്റി അല്ലെ. പീപ്പിൾ സൊസൈറ്റി ഉണ്ട്, ഇന്ത്യ സൊസൈറ്റി ഉണ്ട്. ഇതിൽ P ആണോ I ആണോ ആൽഫബറ്റിക്കൽ ആർഡർ ആദ്യം വരിക? I അല്ലേ. അപ്പൊ ഈ ഗോപാലകൃഷ്ണ ഗോഖലെന്റെ G ആണോ L ആണോ ആദ്യം വരിക? G അല്ലേ. അപ്പൊ ഇന്ത്യ ഏതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. പീപ്പിൾ ഏതാണ്? ലാലാ ലജ്പത് റായാണ്. അപ്പം സർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റി ആരാണ്? ലാലാ ലജ്പത് റായാണ്. അല്ല, പീപ്പിൾ. P എന്താ? ഇന്ത്യ കഴിഞ്ഞിട്ടാണ് P വരുന്നത് അല്ലെ. I കഴിഞ്ഞിട്ടാണ് P വരിക. P ഏതാ? ഗോപാലകൃഷ്ണൻ G കഴിഞ്ഞിട്ടാണ് L വരിക. ആൽഫബറ്റിക് ഓർഡർ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലാലാ ലജ്പത് റായ്. പീപ്പിൾ സൊസൈറ്റി ആരാണ്? ലാലാ ലജ്പത് റായ് അല്ലെ. ആൻസർ എന്താ വരിക? ലാലാ ലജ്പത് റായ് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെ. I വന്നു, Pന്റെ മുന്നെയാണ് I അല്ലെ. അപ്പൊ ആരാണ് ഫസ്റ്റ് വരിക? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ആൻസർ എന്താ വരിക? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ അല്ലെ. ഇനി അങ്ങോട്ട് മാറിപ്പോകരുത്. ഒരുപാട് പേർക്ക് മാറിപ്പോണ ഒരു സംഭവമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇന്ത്യ ആയിരുന്നു, പീപ്പിൾ ആയിരുന്നു അല്ലെ. പീപ്പിൾ ആയിരുന്നു. ആരായിരുന്നു? ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണോ? അങ്ങനെ എപ്പോഴും നമുക്ക് പ്രശ്നമായിട്ട് വരും. ആൻസർ എന്താ? അപ്പൊ ഇന്ത്യ സൊസൈറ്റി വരുമ്പോൾ ആര് വരും? ഗോപാലകൃഷ്ണ ഗോഖലെ. പീപ്പിൾ സൊസൈറ്റി വരുമ്പോൾ ആരാണ്? ലാലാ ലജ്പത് റായ് എന്ന് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകണേ. 19ാം ക്വസ്റ്റ്യൻ നോക്കിയേ. രാമകൃഷ്ണ മിഷൻ വാസ് ഫൗണ്ടഡ് ഇൻ 1897 ബൈ. രാമകൃഷ്ണ മിഷൻ ആരാണ് തുടങ്ങിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അല്ലെ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസന്റെ പേരിലാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ തുടങ്ങിയത്. മക്കളെ, സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞ എഴുതി വെക്കുക. സ്വാമി വിവേകാനന്ദന്റെ ഒറിജിനൽ നെയിം എന്താ? നരേന്ദ്രനാഥ് ദത്തയാണ്.
നരേന്ദ്രനാഥ് ദത്താണ്. ഓക്കെ, നരേന്ദ്രനാഥ് ദത്താണ് ആണല്ലോ. അദ്ദേഹം ജനിച്ചതെന്നാണ്. ഡേറ്റ് നമുക്ക് ആവശ്യമില്ല, പക്ഷെ എന്താണ് ജനുവരി 12 അദ്ദേഹം ജനിച്ചത് അല്ലെ. ജനുവരി 12. എന്താ ജനുവരി 12 പ്രത്യേകത? എന്താണ്? നാഷണൽ യൂത്ത് ഡേ. നാഷണൽ യൂത്ത് ഡേ. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ജനിച്ച ജനുവരി 12 നമ്മൾ എന്ത് ചെയ്യുക? ഇന്ത്യയിൽ നാഷണൽ യൂത്ത് ഡേ ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ അല്ല, അടുത്ത പോയിന്റ് ഇരിക്കോ. എന്താണ് ചിക്കാഗോയില് 1893 അല്ലെ, 1893 ഒരു എന്താണ് റിലീജിയസ് പാർലമെന്റിൽ പങ്കെടുത്തിട്ട് പ്രസംഗിച്ച വ്യക്തി ആരാണ്? അല്ലെ, സ്പീച്ച് നടത്തിയ വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ചിക്കാഗോയില് സ്പീച്ച് നടത്തിയ വ്യക്തി ആരല്ല? 1893 ചോദിക്കാറുണ്ട്. 1893 ചിക്കാഗോയില് സ്പീച്ച് പ്രസംഗിച്ച വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ഒരു എന്താണ് ഒരു റിലീജിയസ് പാർലമെന്റ് കേട്ടോ, റിലീജിയസ് പരമായ ഒരു വേദിയിൽ നിന്നിട്ട് പ്രസംഗിച്ച ആളാണ് സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, അതെയാണെന്ത് നമ്മൾ പറഞ്ഞ രാമകൃഷ്ണ മിഷൻ കണ്ടുപിടിച്ചല്ലേ. 1897 രാമകൃഷ്ണ മിഷൻ എന്താണ് ഫൗണ്ട് ചെയ്ത്. അദ്ദേഹത്തിന്റെ എന്താണ് ഹെഡ്ക്വാർട്ടർ അല്ലെ. രാമകൃഷ്ണ മിഷൻ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? വേലൂർ മഠം അല്ലെ, വേലൂർ മഠം എന്ന് പറയും. അവിടെ കൊൽക്കട്ടയിലെ വേലൂർ മഠമാണ് അതിന്റെ ഹെഡ്ക്വാർട്ടർ അല്ലെ. RK മിഷന്റെ ഹെഡ്ക്വാർട്ടർ ആണ് വേലൂർ മഠത്തിലാണ്. ഓക്കെ ആണല്ലോ. പിന്നെ സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത് അല്ലെ? ഗീതയിലേക്ക് മടങ്ങും. ബാക്ക് ടു വേദ എന്ന് പറഞ്ഞ ആരാണ്? നമുക്ക് പിന്നീട് പഠിക്കാം, വെയിറ്റ് ചെയ്യാം. ബാക്ക് ടു ഗീത എന്ന് പറഞ്ഞ ആരാണ്? മക്കളെ എഴുതി വെച്ചോ. ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് ബാക്ക് ടു ഗീത എന്ന് പറഞ്ഞത്. ബാക്ക് ടു വേദാസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ അത് മറ്റൊരു വ്യക്തിയാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. ബാക്ക് ടു ഗീത എന്ന് പറഞ്ഞ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20ാം ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഇമ്മീഡിയറ്റ്ലി സക്സീഡ് രാജാ റാം മോഹൻ റോയ് ആസ് എ ലീഡർ ഓഫ് ബ്രഹ്മ സമാജ്? മക്കളെ, ഈ ബ്രഹ്മ സമാജ് അല്ലെ, രാജാ റാം മോഹൻ റോയിന്റെ കാലശേഷം ബ്രഹ്മ സമാജ് മൂന്ന് രീതിയിൽ എന്ത് ചെയ്യുന്നു? തരം തിരിച്ചിട്ടുണ്ട് അല്ലെ. 3 രീതിയിൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ആദി ബ്രഹ്മ സമാജ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താണ് നമ്മുടെ ദേവേന്ദ്രനാഥ് ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനായ അല്ലെ, ഫാദറായ ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് ആദി ബ്രഹ്മ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെ. അതുകൊണ്ട് തന്നെ ദേവേന്ദ്രനാഥ് ടാഗോറിനെയാണ് എന്ത് പറഞ്ഞത് അല്ലെ, രാജാ റാം മോഹൻ റോയിന്റെ സക്സീഡർ പിൻഗാമിയായിട്ട് കാണുന്നതാണ് ദേവേന്ദ്രനാഥ് ടാഗോറിനെയാണ്. അപ്പൊ ബ്രഹ്മ സമാജിന്റെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കുമ്പോ ഇമ്മീഡിയറ്റ്ലി സക്സീഡ് രാജാറാം മോഹൻ റോയ് ആസ് എ ലീഡർ ഓഫ് ബ്രഹ്മ സമാജ് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. ഏതാണ് ദേവേന്ദ്രനാഥ് പറയുന്നത്? ആദി ബ്രഹ്മ സമാജാണ്. രണ്ടാമത് നോക്കിയോ, ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞു 3 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഡിവൈഡ് ചെയ്തിട്ടില്ല. ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ അതായിരുന്നു കേശവ് ചന്ദ്രസൻ. കേശവ് ചന്ദ്രസൻ. മൂന്നാമത്തതാണത് എന്താണ്? സാധാരണ ബ്രഹ്മ സമാജ്. അത് ഏതാണെന്ന് മാത്രം പഠിച്ചാൽ വെച്ചാൽ കേട്ടോ. സാധാരണ ബ്രഹ്മ സമാജ്. മൂന്നെണ്ണായി. അതിൽ ആദ്യ ബ്രഹ്മ സമാജാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായിരുന്നു ദേവേന്ദ്രനാഥ് ടാഗോറിനായിരുന്നു. അപ്പൊ ഈ ദേവേന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്ഥാനം അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രസ്ഥാനം അല്ലെ, ഏതാണ്? ദേവേന്ദ്രനാഥ് ടാഗോറിനാണ് തത്വബോധിനി സഭ. മക്കളെ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ്. തത്വബോധിനി സഭ എന്ന്
എന്ന് 1837 സോറി 1839 1839 1839 1839 തത്വബോധിനി സഭ എസ്റ്റാബ്ലിഷ് ചെയ്താരാണ്? ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദേവേന്ദ്രനാഥ് ടാഗോർ, ആദി ബ്രഹ്മ സമാജും തത്വബോധിനി സഭയും. ഓക്കെ, 21 ക്വസ്റ്റ്യൻ നോക്കിയേ, 21 നോക്കിയേ. ഹു അമംഗ് ദി ഫോളോയിങ് വാസ് ദി ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്? നമ്മൾ പറഞ്ഞത് ബ്രഹ്മ സമാജ് കഴിഞ്ഞു. ഇനി ആരാണ്? ആര്യ സമാജ് ആണ് അല്ലെ. ആര്യ സമാജ് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കണം അല്ലെ. ബ്രഹ്മ സമാജ്, ആര്യ സമാജ് മാറി 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 ചോദിക്കാറുണ്ട്. ആരാണ് നോക്കിയേ? ആൻസർ നോക്കിയേ. ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയാണ്. ഒരുപാട് പോയിന്റ്സ് പറയാണ്ട് എഴുതി വെച്ചോ ഓരോന്ന് എഴുതി വെച്ചോ. ഒറിജിനൽ നെയിം എന്താ? മൂൽ ശങ്കർ. അല്ലെ, മൂൽ ശങ്കർ. എന്ത്? ആര്യ സമാജ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1875 ആണ് ആര്യ സമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മക്കളെ എന്തായിരുന്നു? ഗോ ബാക്ക് ടു വേദാസ്. എന്താണ് വേദാസ്? ഗീതാസ് എന്ന് പറഞ്ഞതാണ് വിവേകാനന്ദനാണ്. ആണെങ്കിൽ ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. ഗോ ബാക്ക് ടു വേദാസ് എന്ന് പറഞ്ഞാൽ ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. അദ്ദേഹം പിന്നെ വേറെന്ത് പറഞ്ഞു? ഇന്ത്യ ഫോർ ഇന്ത്യൻസ് അല്ലെ. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് പറഞ്ഞാരാണ്? ഇന്ത്യക്കാർക്ക് വേണ്ടിയാണല്ലേ. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് പറഞ്ഞാരാണ്? ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. ഫസ്റ്റ് ടു കോൾ സ്വരാജ്യ അല്ലെ. സ്വരാജ്യ എന്ന് ആദ്യമായി പറഞ്ഞതാരാണ്? പറഞ്ഞത് നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? സത്യാർത്ഥ പ്രകാശ്. ഒരു വർക്കാണിത്. സത്യാർത്ഥ പ്രകാശ്. ഒക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതാൻ വേണ്ടിട്ടാട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് മാത്രം പറഞ്ഞോളൂ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞതൊക്കെ എഴുതണം. ഇദ്ദേഹം എന്ത് തുടങ്ങി? ശുദ്ധി മൂവ്മെന്റ്. എഴുതി വെക്കുക മക്കളെ. ശുദ്ധി മൂവ്മെന്റ്. എന്താണ് ശുദ്ധി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഹിന്ദുസ് എന്ത് ചെയ്യുന്നു? പല രീതിയിൽ വേറെ മതങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ചേക്കേറുന്നു. മതം മാറി വേറെ മതങ്ങളിലേക്ക് പോരുന്നു. ആ മാറിപ്പോയ മത ഹിന്ദുസിനെ ഹിന്ദുസിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇത്, ശുദ്ധി മൂവ്മെന്റ് അല്ലെ. ശുദ്ധി മൂവ്മെന്റ് അത് തുടങ്ങിയതാരാണ്? നമ്മുടെ ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ദയാനന്ദ സരസ്വതിനെ കുറിച്ചിട്ട് എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഹാഡ് ഫൗണ്ടഡ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇൻ 1866? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ്? നമ്മുടെ എന്താണ്? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് INC ഒക്കെ വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ പഠിക്കും. ഇപ്പൊ എത്ര മനസ്സിലാക്കുക? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ തുടങ്ങിയതാരാ? 1860 തുടങ്ങിയതാരാണ്? ദാദാഭായ് നവറോജി. അങ്ങനെയാണ് മക്കളെ ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയതാരാണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഓക്കെ, ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ ആരാ തുടങ്ങിയത്? ആരായിരിക്കും? ആരാണ് മക്കളെ? ഇത് വെച്ചോ. സുരേന്ദ്രനാഥ് ബാനർജി ട്ടോ. സുരേന്ദ്രനാഥ് ബാനർജി. ഇതിന് കൂടെ വേറെ ആളുണ്ട്, പക്ഷെ സുരേന്ദ്രനാഥ് ബാനർജി പഠിച്ചാൽ മതി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 23 ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഫൗണ്ടഡ് ദി തത്വബോധിനി സഭ ടു പ്രൊപ്പഗേറ്റ് രാംമോഹൻ റോയ്സ് ഐഡിയാസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എന്താണ് തത്വബോധിനി സഭ ആരാണ്? വെരി സിമ്പിൾ. ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണേ. ഓക്കെ, 24 ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു ഫൗണ്ടഡ് ദി സത്യശോധക് സമാജ്? തത്വബോധിനി സഭ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഒരുപാട് ബ്രഹ്മ സമാജ് പറഞ്ഞു, ആര്യ സമാജ് പറഞ്ഞു, പ്രാർത്ഥന സമാജ് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ്? സത്യശോധക് സമാജ് അല്ലെ. സത്യശോധക് സമാജ് ആരാണ്? ഇത് ഞാൻ ചെറിയ രീതിയിൽ ഒരു കോഡ് പറഞ്ഞുതരാം.
എന്താണ് ജ്യോതി പറഞ്ഞൊരു പെൺകുട്ടി അല്ലെ, ജ്യോതി എന്താ സത്യം മാത്രമേ പറയൂ, ജ്യോതി എന്താണ് സത്യം മാത്രമേ പറയൂ. അങ്ങനെയാണ് എന്തായിരിക്കും അല്ലെ, ജ്യോതിബാ ഫൂലെ, ആണ് എന്ത് സത്യശോധക് സമാജം എസ്റ്റാബ്ലിഷ് ചെയ്തത്. സത്യശോധക് സമാജം എന്നാണ് ജ്യോതിബാ ഫൂലെ. ജ്യോതിബാ ഫൂലിനെ കുറിച്ചിട്ട് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മക്കളെ, എഴുതി വെക്കണം. ഫസ്റ്റ് ഇന്ത്യൻ ടു സ്റ്റാർട്ട് എ സ്കൂൾ അല്ലെ, ഫസ്റ്റ് ഇന്ത്യൻ ടു സ്റ്റാർട്ട് എ സ്കൂൾ ഫോർ അൺടച്ചബിൾസ് എന്നാണ് 1854 കേട്ടോ, 1854. ഈ അൺടച്ചബിൾസ് അന്നത്തെ ഈ എന്താണ് ഈ നേതാക്കൾക്കൊന്നും ഈ അൺടച്ചബിലിറ്റിനെ കുറിച്ചിട്ടുള്ള അത്ര രീതിയിലുള്ള ഒരു ഇതില്ലായിരുന്നു അല്ലെ. അപ്പൊ ജ്യോതിബ ഫൂലെക്കാണ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് ഈ അൺടച്ചബിലിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടി കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ അൺടച്ചബിൾസിന് വേണ്ടിയിട്ട് അല്ലെ, ഫസ്റ്റ് സ്കൂൾ തുടങ്ങിയ വ്യക്തി ആരാണ്, ജ്യോതിബ ഫൂലെ അല്ലെ. നമ്മുടെ സത്യശോധക് സമാജ് കണ്ടുപിടിച്ച എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്ത ജ്യോതിബ ഫൂലെയാണ്. ഓക്കെ, സത്യശോധക് സമാജ് എന്നാണ് അറിയോ, എന്നാണ് 1873 കേട്ടോ, എഴുതി വെക്കണേ. സത്യശോധക് സമാജ് 1873 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 24 ക്വസ്റ്റ്യൻ എന്താണ്, സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെ അല്ല, ജ്യോതി സത്യം മാത്രമേ പറയൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു വാസ് ദി പ്രസിഡന്റ് ഓഫ് തിയോസഫിക്കൽ സൊസൈറ്റി അല്ലെ, തിയോസഫിക്കൽ സൊസൈറ്റിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചത്. ശരിക്കും ഈ തിയോസഫിക്കൽ സൊസൈറ്റി കണ്ടുപിടിച്ച വ്യക്തികൾ ആരൊക്കെയാ മക്കളെ, ആരാണ് ഹെലേന ബ്ലാവറ്റ്സ്കിയും പിന്നെ ഹെൻറി സ്റ്റീൽ ഓൾഗോട്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തികളാണ് അല്ലെ. അത് ന്യൂയോർക്കിലാണ് കണ്ടുപിടിച്ചത്. നമുക്ക് അതൊന്നും വേണ്ട അല്ലെ. നമുക്ക് എന്താ വേണ്ടത് അതിന്റെ പ്രസിഡന്റ് ആരല്ലേ, അതാണ് നമുക്ക് എപ്പോഴും ചോദിക്കുക. അതിന്റെ പ്രസിഡന്റ് ആണ് മക്കൾ ആരാണ് നമ്മളെ ഈ ആനി ബസന്റ്. ഓപ്ഷൻ ഡി ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി എവിടെ കണ്ടുപിടിച്ചത്, ന്യൂയോർക്ക് കണ്ടുപിടിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടർ ഇൻ ഇന്ത്യ ഹെഡ്ക്വാർട്ടർ ഇന്ത്യ ആണ്, അതാണ് ചോദിക്കാറുള്ളത്. എവിടെയാണ് അടയാർ. പ്രസിഡന്റ് ആരായിരുന്നു, ആനി ബസന്റ് ആയിരുന്നു. അടയാറിലാട്ടോ അതിന്റെ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടർ. ഓക്കെ മക്കളെ, ആനി ബസന്റിനെ കുറിച്ച് പറയാം. ആനി കുറിച്ച് കാരണം, അതായത് 1898 ആനി ബസന്റ് ആണ് എന്ത് സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജ് ഫൗണ്ടേഷൻ കൊടുത്തതാണ് ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജിന് ഫൗണ്ടേഷൻ കൊടുത്തതാണ് നമ്മുടെ ആനി ബസന്റ് ആണ് അല്ലെ. ആനി ബസന്റ് ടുക്ക് ഓവർ ദി ലീഡർഷിപ്പ് ഇൻ എന്താണ് 18 to 9 എന്താണ് പറഞ്ഞത്, കോളേജ് അല്ലെ. അപ്പൊ സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജിൽ 1898 93 അല്ല 98 എന്ത് ചെയ്തു ഫൗണ്ടേഷൻ എന്ത് ചെയ്തു ലേ ചെയ്തു എന്തിന്, ബനാറസ് ഹിന്ദു കോളേജിലെ സെൻട്രൽ ഹിന്ദു കോളേജിൽ 1898 എന്ത് ചെയ്തു ഫൗണ്ടേഷൻ ചെയ്തു. മക്കളെ എന്താ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 1898 ആനി ബസന്റ് സെൻട്രൽ ഹിന്ദു കോളേജ് തുടങ്ങിയില്ലേ, സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസിൽ തുടങ്ങി. ഇത് ഇല്ലേ സെൻട്രൽ ഹിന്ദു കോളേജ് ആണ് പിന്നീട് എന്തായി മാറിയത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുമായി മാറിയത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വെരി വെരി ഫേമസ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയി മാറിയത്. എന്ന് 1916 1916 ഇത് എങ്ങനെയാണ്, ആരാണ് ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റിയത്, ആരാണ്, നമ്മുടെ മദൻ മോഹൻ മാളവ്യ തൃപ്പിള്ളം മദൻ മോഹൻ മാളവ്യാണ് അല്ലെ. അത് 1898 എന്ത് ഫൗണ്ടേഷൻ ലേ ചെയ്ത നമ്മളെ ആനി ബസന്റ് തുടങ്ങി വെച്ച സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് പിന്നീട് എന്തായി മാറി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയായി മാറി. ആരുടെ അണ്ടറിൽ മദൻ മോഹൻ മാളവ്യന്റെ അണ്ടറിൽ എന്ന് 1916 ഓക്കെ ആണല്ലോ.
അടുത്ത ക്വസ്റ്റിലേക്ക് പോണേ. 26ാം ക്വസ്റ്റിലേക്ക്, ഹു ഇനീഷ്യേറ്റ് ദ യങ് ബംഗാൾ മൂവ്മെന്റ്? യങ് ബംഗാൾ മൂവ്മെന്റ് അല്ലെ, യങ് ബംഗാൾ മൂവ്മെന്റ് ചോദിക്കാറുണ്ട്, ഒരുപാട് ചോദിച്ച കാര്യമാണ് യങ് ബംഗാൾ മൂവ്മെന്റ് അല്ലെ. യങ് ബംഗാൾ മൂവ്മെന്റ് ആരാണ് ഇനീഷ്യേറ്റ് ചെയ്തത്? ഹെൻറി വിവിയൻ ഡിസേറിയോ. ഹെൻറി വിവിയൻ ഡിറോസിയോ, സോറി ഡിറോസിയോ, ഹെൻറി വിവിയൻ ഡിറോസിയോ കേട്ടോ, ഡിസേറിയോ അല്ല, ഡിറോസിയോ. അദ്ദേഹം മരിക്കുമ്പോൾ അല്ലെ വെറും 22 വയസ്സായിട്ടുള്ളൂ. 22 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹം 22 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യങ് ആണ് അല്ലെ, യങ് ആയിട്ട് മരിച്ചത്. അതുകൊണ്ട് തന്നെ യങ് ബംഗാൾ മൂവ്മെന്റ് അല്ലെ, യങ് ബംഗാൾ, ഹെൻറി വിവിയൻ ഡിറോസിയോ കേട്ടോ, ഡിറോസിയോ ആണ്, ഡിറോസിയോ. യങ് ബംഗാൾ മൂവ്മെന്റ് ആരാണ്? ഹെൻറി വിവിയൻ ഡിറോസിയോ. 22ാം വയസ്സിൽ മരിച്ച യങ് ആയിട്ടുള്ള ഡിറോസിയോ. ഓക്കെ ആണല്ലോ. 26ാം ക്വസ്റ്റ്യൻ കഴിഞ്ഞ് അടുത്ത് നോക്കിയേ 27. ഓക്കെ, ഇൻ വിച്ച് ഇയർ ദ ആക്ട് വാസ് പാസ്ഡ് ടു അബോളിഷ് സതി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സതി എന്നാണ് അബോളിഷ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇതെന്ത് ചെയ്യാം, സതി അബോളിഷ് ചെയ്തത് എന്ത് ചെയ്യാം, നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു തരാം. എന്നാണ് സതി അബോളിഷ് ചെയ്തതെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ. 28 പോണേ. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് എന്നാണ് പറഞ്ഞേ, എന്നായിരിക്കും അല്ലെ, എന്നാണ് 1856 അല്ലെ, 1856. ആരായിരുന്നു ഇത് അബോളിഷ് ചെയ്തത്? ആരാണ് അബോളിഷ് ചെയ്തത്? അതും എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. കമന്റ് ബോക്സിൽ പറഞ്ഞു. നേരത്തെ ഓൾറെഡി പറഞ്ഞു സതി നിരോധിച്ച വർഷം അല്ലെ, അത് സതി നിരോധിച്ച വ്യക്തി ആരാണ് അതും പറഞ്ഞു തരണേ. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അതിന്റെ ഡേറ്റ് ഇയറും പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കിയ ആളായിരുന്നു അല്ലെ, ഗവർണർ ജനറൽ ആരായിരുന്നു, എനിക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടല്ലേ, ഇതിനൊക്കെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഇന്ത്യക്കാരനാണ് നമ്മളെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ കേട്ടോ. എഴുതി വെക്കണേ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. മറ്റേ നമ്മളെ സതി ആരാണോ? രാജാറാം മോഹൻ റോയ് അല്ലെ, രാജാറാം മോഹൻ റോയ് ആണ്. അങ്ങനെയാണ് സതി രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ നമ്മളെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ ഉള്ള. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് സതി നിരോധിച്ച വർഷം, അത് നിരോധിച്ച വ്യക്തിയും, പിന്നെ ഈ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് നിരോധിച്ച വ്യക്തിയും നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ ആണല്ലോ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ വാസ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കമൻസ്ഡ്? അല്ലെ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന നിലവിൽ വന്നത് അല്ലെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സ്ത്രീധനം വാങ്ങാൻ പാടില്ല. ആ ഒരു സ്ത്രീധന നിരോധന നിയമം എന്നാണ് വന്നത് അല്ലെ, 1961. ഞാൻ ജസ്റ്റ് ഇതായിട്ട് നമ്മളായിട്ട് ബന്ധമില്ല, പക്ഷെ ഞാനിതൊന്ന് ആഡ് ചെയ്താണ്. കാരണം എന്താ, ഇന്നിപ്പോ 2024 അല്ലെ, ഞാൻ ഇതിപ്പോ ക്ലാസ് എടുക്കുന്നത് 2024 2024 എന്ത് സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ, ഇല്ല. ശരിക്കും സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട്, പക്ഷെ പല നാട്ടുകളിലും നമ്മൾ കേരളത്തിൽ പോലും, നമ്മൾ കൊച്ചു കേരളത്തിൽ പോലും നല്ല രീതിയിലുള്ള സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീധനം ഒരിക്കലും വാങ്ങരുത്, ഒരിക്കലും കൊടുക്കരുത്. നമുക്ക് നമ്മളെ പോലത്തെ യങ് ആയിട്ടുള്ള ആളുകളാണ് ഇനി മുന്നോട്ട് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കുക. ഒരിക്കലും സ്ത്രീധനം വാങ്ങരുത്, സ്ത്രീധനം കൊടുക്കരുത്. അപ്പം സ്ത്രീധനം നിരോധിച്ച വർഷം എന്നാണ് 1961 ആണ്. 1961 ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇത് ലെങ്തി ക്ലാസ് ആയിരിക്കും, എനിക്കറിയാം. എന്തായാലും 1 മണിക്കൂറിന് മുകളിലേക്കുള്ള ക്ലാസ് ആയിരിക്കും. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും സിലബസോടെ ഡിസ്കസ് ചെയ്യണം അല്ലെ, ഇന്നത്തെ 1857 റിവോൾട്ടും 1857 പറഞ്ഞ കുറച്ച് സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്സ് അല്ലെ, കുറെ നമ്മളെ കുറെ മൂവ്മെന്റ്സ്, കുറെ ലീഡേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു സീരീസ് ആണ് അല്ലെ. നമ്മളിപ്പോ ഇന്ന് എന്താ പഠിച്ചത്? മോഡേൺ ഹിസ്റ്ററിയാണ് പഠിച്ചത്. അല്ലെ, മോഡേൺ ഹിസ്റ്ററി ആയാലും, ഫിസിക്സ് ആയാലും, കെമിസ്ട്രി ആയാലും, ബയോളജി ആയാലും, എക്കണോമിക്സ് ആയാലും, പൊളിറ്റി ആയാലും അല്ലെ, എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലെ, ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സിലബസ് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യണ ഒരു കോഴ്സ് ആയിരിക്കും ഈ ഒരു കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവണ കോഴ്സ് ആയിരിക്കും ഇത്. കാരണം അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ സിലബസും പറയുന്നുണ്ട്.
അപ്പൊ ഇതേപോലത്തെ എന്താ ചെയ്യാ ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എന്താണ് ബയോളജി സയൻസ് മൊത്തമായാലും എന്താണ് മാത്സ് ആയാലും എല്ലാ രീതിയിലുള്ള എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണ എന്താണ് ഒരു കോഴ്സാണ് നമ്മൾ ഈ സാപ്പിയൻസ് അക്കാഡമിയിലെ ഈ ഒരു കോഴ്സ്. അപ്പം സാപ്പിയൻസ് അക്കാഡമിയിലെ പല ഈ ടൈപ്പുള്ള ഒരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുക സാപ്പിയൻസ് അക്കാഡമിയിലെ വെബ്സൈറ്റിൽ എന്താണ് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം ഇത് പോലത്തെ വീഡിയോസ് വീണ്ടും കാണാൻ എന്ത് ചെയ്യുക സാപ്പിയൻസ് അക്കാഡമി എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക, എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക. എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് വിളിച്ച് ഡൗട്ട് ചോദിക്കുക. ഓക്കെയാണ്. അപ്പൊ അടുത്ത ക്ലാസ് കാണാൻ വരെ എല്ലാവർക്കും എന്ത് ചെയ്യുക താങ്ക് യു. ഇത്ര നേരം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനും വളരെ 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 നന്ദി. ഓക്കെ ബൈ.